അങ്കണവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവരും കാണുകയും പരസ്പരം കൈമാറുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് സംഭാവനകൾ നൽകുന്നതിനുള്ള ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്. പരസ്യം നൽകുന്നതിനുള്ള മറ്റൊരു വാട്സപ്പ് നമ്പറും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അത് അംഗൻവാടിക്കാരോടല്ല, പൊതുവായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ടാണ് അങ്ങനെ ഒരു 2 അഭ്യർത്ഥന വച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദന പരിപാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ അങ്കണവാടി പ്രവർത്തകരെ അല്ലെങ്കിൽ അങ്കണവാടി വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാലാകാലങ്ങളിൽ വരുന്ന നിരവധി പ്രോജക്റ്റുകൾ അവരെ ഏൽപ്പിക്കും. ഇപ്പോൾ BLOമാരായിട്ട്, ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സായിട്ട് അവരെ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സായിട്ട് അവരെ വെച്ചു. അതിപ്പം അവരെ മാറ്റി, എന്നാലും നേരത്തെ വെച്ചു. പോഷണ പരിപാടികൾ, ആരോഗ്യ പരിപാടികൾ, അങ്ങനെ സ്പെഷ്യൽ പരിപാടികൾ വരുമ്പോൾ അതിൽ അങ്കണവാടിക്കാരെയും കൂടി കൊണ്ട് ചുമതലപ്പെടുത്താറുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ചെയ്യുന്നൊരു പദ്ധതിയാണ്. സംസ്ഥാന ഗവൺമെൻറ് വിവിധ വികസന സെമിനാറിന് പോവുക, ഒരുപാട് പ്രോജക്റ്റുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അഡീഷണൽ വർക്കായിട്ട് വരും. ചിലതിന് പൈസ കിട്ടും, ചിലതിന് പൈസ കിട്ടത്തില്ല. അങ്ങനെയുള്ള മാതൃവന്ദന പദ്ധതി വന്നപ്പോൾ അവർക്കൊരു പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികളായ ആദ്യത്തെ കുഞ്ഞിന് കിട്ടുന്നൊരു 5000 രൂപ, മുലയൂട്ടുന്ന അമ്മമാർക്ക് കിട്ടുന്ന പൈസ, രണ്ടാമത്തെ കുഞ്ഞുണ്ടെങ്കിൽ 6000 രൂപ, പ്രസവിക്കുകയാണെങ്കിൽ 6000 രൂപ, പിന്നെ 2000 രൂപ, ഇങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ കിട്ടും. ഇത് മാതൃവന്ദൻ അതിൻ്റെ പദ്ധതി പറയുന്ന പ്രോജക്റ്റ് വീഡിയോ അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശം പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി മാതൃവന്ദന പദ്ധതിയുണ്ട് രാജ്യത്ത്. പക്ഷേ ഇവരിത് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീകളുടെയൊക്കെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. അതായത് അവരുടെ ഫേസ് എടുത്ത്, ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് മൊബൈൽ കൊടുത്തിരുന്നു. ഈ സിസ്റ്റം വന്ന സമയത്ത് മൊബൈൽ കൊടുത്തിരുന്നു. പക്ഷേ നമുക്കറിയാം, ശരാശരി ഇത് അംഗൻവാടി റിപ്പോർട്ട് കൊടുക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൊബൈലുകൾ കൃത്യമായി അത് 1 വർഷം 1.5 വർഷത്തിനപ്പുറം മൊബൈലിന് ഒരു ആയുസ് നമുക്കറിയാമല്ലോ. അങ്ങനെ ഇവർ കൊടുത്തിരിക്കുന്ന എല്ലാ മൊബൈലുകളും കേടാണ്, അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർവൈസർമാരിൽ നിന്നും, ICDS ഓഫീസർമാരിൽ നിന്നും, CDPOമാരിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട്. നിങ്ങൾ ഇവിടെ ഇപ്പം കൊണ്ടുപോവാ എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ഞാൻ മൈജി പോലുള്ള, ഐഡിയ കമ്പനികളാണ്, മൈജി ഷോറൂമാണ്, ഐഡിയ പോലുള്ള, വോഡഫോൺ പോലുള്ള അതുപോലുള്ള കമ്പനികൾ ഇത് കേൾക്കുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ മൈജി പോലുള്ള ഷോറൂമുകൾ ഇത് കേൾക്കുകയാണെങ്കിൽ ആലോചിക്കുക. അല്ലെങ്കിൽ ലുലു മാളിൻ്റെയൊക്കെ നമ്മുടെ യൂസഫ് അലിയെ പോലുള്ള വലിയ മുതലാളിമാരത് കേൾക്കുകയാണെങ്കിൽ അവർ സഹായിക്കാൻ പറ്റും. 33,000-ഓളം വരുന്ന അംഗൻവാടികൾക്ക് ഒരു അംഗൻവാടിക്ക് ഒരു ഫോൺ വീതം കിട്ടേണ്ടതാണ്. ഏകദേശം ഒരു 5 കോടി രൂപ, 15,000 രൂപ കണക്കാക്കിയാൽ ഒരു 4-5 കോടി രൂപയുടെ ബാധ്യത വരും. ഒന്നുകിൽ സർക്കാർ ഇത് കൊടുക്കേണ്ടതാണ്, സ്പെഷ്യൽ സ്കീമായി കേരള സർക്കാർ കൊടുക്കണം. അല്ലെങ്കിൽ അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ KN ബാലഗോപാൽ ആലോചിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെയോ സ്ഥാപനങ്ങളുടെയോ CSR പദ്ധതികൾ ഉൾപ്പെടുത്തി ഇത് വാങ്ങിക്കൊടുക്കണം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൽ ഉൾപ്പെടുത്തി കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം, അല്ലെങ്കിൽ CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും NRIക്കാരോ ആരെങ്കിലും ഇത് സ്പോൺസർ ചെയ്യണം. അതുമല്ലെങ്കിൽ ഇപ്പം 33,000 എന്ന് പറയുകയാണെങ്കിലും 1,200 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ 4-5 പേർക്ക് മാത്രം ഇത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10 പേർക്കോ, അങ്ങനെ 10-30 പേർക്ക് ഒരു പഞ്ചായത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്ലാൻ വെച്ച് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ എന്നിവരുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? എന്തായാലും ഇവർക്ക് നല്ല ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, ഒരു നല്ല 10-15,000 വിലയുള്ളൊരു, അതും ടച്ച് സ്ക്രീൻ ഫോൺ 15,000 രൂപയ്ക്ക് വലിയ ഫോണല്ല കിട്ടുന്നത്. എന്നാൽ പോലും അതിൻ്റെ ഒരു ബേസ് ലെവലിലുള്ള ഒരു ഫോൺ, എല്ലാ ഫെസിലിറ്റിയുമുള്ള ഫോൺ വാങ്ങിക്കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ പോഷൻ ട്രാക്കറിലും അതുപോലുള്ള കാര്യങ്ങളിലും ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്. അവർ വീടുകളിൽ അവരുടെ മക്കളുടെയോ ഭർത്താക്കന്മാരുടെയോ മറ്റൊരുവരൊക്കെ ഫോൺ വാങ്ങി വലിയ തല്ലും അടിയൊക്കെ നടക്കുന്ന കേസുകൾ ധാരാളമുണ്ട്. അത് കേസെന്ന് പറഞ്ഞാൽ പോലീസ് കേസല്ല, അത്തരം വിവാദ വിഷയം. ഇതൊരു സെൻസിറ്റീവായൊരു വിഷയമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് ചിന്തിക്കണം. ആര് ചിന്തിച്ചാലും വേണ്ടില്ല, അവരുടെ ഈ പ്രശ്നം പരിഹരിക്കണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാങ്ങിച്ചു കൊടുത്താലും 1-2 വർഷത്തെ പ്രോജക്റ്റ് വച്ചെങ്കിലും സർക്കാർ ഇത് ഗൗരവമായി ആലോചിക്കണം. വളരെ നാമമാത്രമായ തുകയുടെ ഒരു ബാധ്യത മാത്രമേ വരുന്നുള്ളൂ. അതല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ, മൊബൈൽ കമ്പനികൾ, അല്ലെങ്കിൽ മൊബൈൽ ഷോറൂമുകൾ ഇതിനെക്കുറിച്ചൊരു ചിന്തയെടുത്താൽ വളരെ നന്നായിരുന്നു. വളരെ വലിയൊരു
സാമൂഹ്യ സേവനമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്.